അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മീൻ. അപ്പോൾ ഇത് വരാലല്ല, ഇത് ചേറുമീനാണ് കണ്ടോ. അതിൻ്റെ ഈ സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഇങ്ങനെ കണ്ടോ ഒരു ഡിസൈൻ കണ്ടോ. അപ്പോൾ ഇത് ചേറുമീൻ്റെയാണ്. വരാലിനാണെങ്കിൽ ഇങ്ങനെയല്ല. അപ്പോൾ ഇത് ചെറുമീനാണ്. അപ്പോൾ നമുക്കിത് 4 ചെറുമീനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഹലോ, ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ 2 കൂട് നമ്മളിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ടത്തിൽ തന്നെയാണ് അവിടെ നമ്മൾ കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മീൻ കയറിയോ എന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇന്നും കൂടെല്ലാം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് മീൻ കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം, മീൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത്. കാരണം മഴയൊക്കെ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും മീൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ തലേദിവസം ഇന്നലെ വൈകിട്ട് നമ്മൾ കൂടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അധികം വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ കയറുമോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ലാഞ്ഞുകൊണ്ട് അപ്പോൾ ചെറിയൊരു ഇതൊക്കെ കൂട് സെറ്റ് ചെയ്യുന്നതൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് അത് ഞാൻ ഇതിനിടയ്ക്ക് കാണിക്കാം. അതുപോലെ തന്നെ നമുക്ക് മീനെ നോക്കാനായിട്ട് അങ്ങോട്ട് പോവാം. അതേ ഓലയൊക്കെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കൂടിട്ട് നോക്കാം. അപ്പോൾ മീനുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങളെ നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട് സെറ്റ് ചെയ്യാൻ പോവുകയാണേ. അതിന് കൂടിനെ മണ്ടയിലിടാനായിട്ടുള്ള ഉണക്കിയ ഓലയാണിത്. കൂട് ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം കുറവാണ്. അല്ല ചില സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ കൂടൊക്കെ മുങ്ങിക്കിടക്കുന്നതാണ്. അപ്പോൾ ഇത് വെള്ളം കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂട് പൊക്കി നോക്കാവേ. അപ്പോൾ നല്ല അടിപൊളി ചേർമീനുണ്ട് കേട്ടോ. അപ്പോൾ അതേ കൊണ്ട് അടുത്തോട്ട് വാ, കാണിച്ചു തരാം. അപ്പോൾ ഇത് കൂട് പൊങ്ങിക്കിടന്ന് കണ്ടോ. അപ്പോൾ അതേ ഒരു മീൻ ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഒരു മീൻ ചാടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അവനെ പിടിച്ചിട്ടുണ്ട്. ഇതിനെ കയ്യിൽ ഒത്തിരി നേരം വെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നല്ല പവറാണ്, തെറിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാത്രത്തിലോട്ടങ്ങനെ ഇടാം. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് വെച്ചേച്ച് തരാം. അതൊരു ബാക്കി എടുക്കാം. ഞാൻ ഒരെണ്ണത്തിന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതെന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ കൂട് പൊക്കിയ വഴിക്ക് തന്നെ കൂടിനകത്തുനിന്ന് ഒരെണ്ണം താഴേക്ക് ചാടിപ്പോയതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിലാണ് കിടന്നത്. അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെറുമീൻ. അപ്പോൾ വലിയ സൈസൊന്നുമില്ല, ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒക്കെ ഉണ്ട്. ഇനി കൂടിനകത്ത് മീൻ കിടപ്പുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ മീൻ കയറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇനി അതിനകത്ത് മീനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് കൂട്ടിനകത്ത് ആക്കിയിട്ട് നമുക്ക് അതിനെയും കൂടെ പോയി എടുക്കാം.
അപ്പോൾ ഇതേ സാധാരണ കൂട്ടിലിടുമ്പം ചിലപ്പോൾ ഈ മീനൊക്കെ ചത്തു പോകാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ചത്തു പോയിട്ടില്ല, കാരണം കൂട് വെള്ളത്തിൽ പൊങ്ങി. അപ്പോൾ ചില സമയത്ത് വെള്ളം കൂടുതലായിരിക്കും. വെള്ളം കൂടുതലായ സമയത്ത് നമ്മുടെ കൂട് മുങ്ങിക്കിടക്കും. അപ്പോൾ ഈ മീനൊക്കെ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് കഴിയുമ്പം അത് സാധാരണ ചത്തു പോകും. പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കും ചത്ത് കിടക്കാറാണ്, മിക്കപ്പോഴും ചാകും. അപ്പോൾ ഇതേതായാലും ചത്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്ങാണ്ട് ആയതേ ഉള്ളെന്ന് തോന്നിയത് കയറിയിട്ട്. അപ്പോൾ ഈ ചത്തിട്ടൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ കൂട് പൊങ്ങിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കൂട് താത്തിയിട്ടതാണ് കുറച്ചും കൂടെ. അപ്പോൾ ഒരു കുറച്ച് എന്ന് പറഞ്ഞാൽ ഈ മീനിനൊക്കെ ഒന്ന് എയർ എടുക്കാനായിട്ടുള്ളൊരു കുറച്ച് സ്പേസ് മാത്രമേ നമ്മൾ വെള്ളത്തിന് മുകളിൽ പൊക്കിയിടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ടേച്ച് പോയതാണ്. പക്ഷേ വെള്ളം കുറവായിരുന്നു. കാരണം ഇവിടെ മോട്ടറൊക്കെ വയ്ക്കുന്നുള്ളത് കൊണ്ട് വെള്ളം കുറവായിരുന്നു. വെള്ളം കുറവായതുകൊണ്ട് തന്നെ കൂട് ശരിക്കും വെള്ളത്തിൽ പൊങ്ങിയാണ് കേട്ടോ കിടന്നത്. അതുകൊണ്ട് മീനൊന്നും ചത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി ബാക്കി മീനിനെയും കൂടി എടുക്കാം. ഇത് വേണ്ട, നമുക്ക് കൂടിനകത്തിട്ടിടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പിടപ്പ് അങ്ങോട്ട് നിന്ന് കേട്ടോ. കാരണം ഞാൻ നല്ല അമർത്തിയാണ് പിടിച്ചത്. അതിനുവെച്ചാൽ ഇത് ഭയങ്കര കയ്യിലിരുന്നാൽ ഭയങ്കര പിടയ്ക്ക് വന്നു, നല്ല ശക്തിക്ക്. അപ്പം നമ്മുടെ കയ്യിൽ ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ ഉള്ള ബലം മുഴുവൻ എടുത്ത് ഞാൻ ഞെക്കി പിടിച്ചത്. അതുകൊണ്ട് പിടയ്ക്കുന്നുണ്ട്. തുറന്നാവട്ടെ, അല്ല തുറന്നില്ല, അതിലെ തന്നെ ചാടിപ്പോയി. അല്ല കയറാനായിട്ടുള്ള അതുപോലെ നമുക്ക് കൂടിൻ്റെ കെട്ടഴിച്ച് മീനിനെ എടുക്കാം. അതിനകത്തൊരു കാരി കിടപ്പുണ്ട് കേട്ടോ, ചെറുതാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ കൈ ഇങ്ങോട്ട് എത്തുന്നും കൂടി ഇല്ല. ഇങ്ങോട്ട് വാ. അപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട അടുത്തതിനെ നമ്മളെടുത്തു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ 4ാമത്തെ ചെറുമീനാണ് കേട്ടോ. എനിക്കിട്ട് വാലും കൊണ്ട് അടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഈ വാലും കൊണ്ട്, ഇപ്പം ഞാൻ മുറുക്കി പിടിച്ചതുകൊണ്ടാണ്, വാലുകൊണ്ട് നമുക്കിട്ട് അടിച്ചിട്ട് അത് രക്ഷപ്പെടും. അപ്പോൾ ഇനി ഇതിനകത്തൊരു ചെറിയൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നത് കിടപ്പുണ്ട്, ജീവനുണ്ട്. എനിക്ക് ഇതുകൊണ്ട് എടുക്കാനൊരു പേടിയുണ്ട്. ചെറിയൊരു കാര്യമാണ്, പക്ഷെ ചെറുതാണേലും
കുത്ത് വലുതായിരിക്കും കേട്ടോ. അപ്പോൾ വേണ്ട അതിനെയും കൂടി നമുക്ക് കൂടിനകത്തോട്ട് ഇട്ടേക്കാം. പറഞ്ഞ നാക്കൂടാണ്. നാക്കൂട് എന്ന് പറഞ്ഞാൽ ഇത് 4 വശത്തും മീനിന് കയറാനുള്ള ഓരോ കണ്ടോ ഹോള് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ നെറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ട് ചെറിയൊരു അകത്തേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട്, ചെറിയ ഹോള് പോലെ നെറ്റിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കൂട് വെച്ചിരിക്കുന്നത്. അപ്പം മീൻ ഇതിലേ വന്നാലും മിസ്സായി പോകരുത്, നമ്മുടെ കൂടിനകത്ത് വന്ന് കയറണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 ചെറുമീനും ഒരു കാരിയാണുള്ളത്. അപ്പം കുഴപ്പമില്ലായിരുന്നു, എന്തായാലും മീനെ കിട്ടിയതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ടൊന്ന് മാറിയിട്ട് ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ മീൻ. അപ്പോൾ ഇത് വരാലല്ല, ഇത് ചെറുമീനാണ് കണ്ടോ. അതിൻ്റെ ഈ സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഇങ്ങനെ കണ്ടോ ഒരു ഡിസൈൻ കണ്ടോ. അപ്പോൾ ഇത് ചെറുമീൻ്റെയാണ്. വരാലിനാണെങ്കിൽ ഇങ്ങനെയല്ല. അപ്പോൾ ഇത് ചെറുമീനാണ്. അപ്പോൾ നമുക്കിത് 4 ചെറുമീനാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്കിതിനെ കൂടിനകത്തോട്ട് ഒന്ന് പെറുക്കിയിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നമ്മൾ വീണ്ടും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും വരെ ബായ്.